രാമ 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 പാഹിമ രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ രാമ 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 പാഹിമ രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ രാമ 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 അച്ഛൻ എന്തിനാ പിണങ്ങിയിരിക്കുന്നേ? ഞാൻ ചീത്ത പറഞ്ഞിട്ടാ? ആ എന്നാ ഞാൻ ഇനിയും ചീത്ത പറയാം. മോളെ, ചിലപ്പോഴൊക്കെ ഞാൻ കുടിക്കാറുണ്ട്, വീട്ടുകാര്യങ്ങൾ മറന്നു പോവാറുണ്ട്, ശരിയാ. പക്ഷേ ഞാൻ തീരെ ഉത്തരവാദിത്തമില്ലാത്തതെന്ന് മാത്രം പറയരുത് കുട്ടി. ഇതെന്താണെന്ന് അറിയോ നിനക്ക്? നമുക്ക് ഇല്ലായ്മ ഉണ്ടാവും, പട്ടിണി ഉണ്ടാവും. എന്നാലും ഒരു ദിവസം എൻ്റെ മോളൊരാളുടെ കയ്യും പിടിച്ച് ഈ പടിയിറങ്ങുന്നത് വെറും കൈയോടെ ആവരുത്. മോള് പോലും അറിയാതെ അന്നത്തെ അധ്വാനത്തിൽ നിന്ന് മാറ്റി വെച്ച തുക കൊണ്ട് വാങ്ങിയത് അച്ഛൻ. ആ, ഇവനെ കുറിച്ച് എനിക്ക് പേടിയില്ല, നീ പൊന്നുപോലെ നോക്കുന്ന അച്ഛൻ അറിയാം. ചേച്ചി സമയായിട്ടോ, ആര് വന്നില്ലേലും സമയത്ത് തിരുവാതിര കളി തുടങ്ങുന്ന അനിത പറഞ്ഞിട്ടുണ്ട്. അവന്റെ ഒരു അനിത. അച്ഛത്തിന് കഞ്ഞു കുടിക്കട്ടെ മോളെ, മോള് പോയിട്ട് ഒരുങ്ങിക്കോളൂ. അച്ഛാ എന്താ മോളെ? അല്ല ഇന്ന് തിരുവാതിരയല്ലേ? അതെ. അച്ഛൻ വേണേ ഒന്ന് മിനിങ്ങിക്കോട്ടോ. ഞാനത് വേണ്ട വേണ്ട, ഞാൻ നിർബന്ധിക്കില്ല. അങ്ങനെയാണെങ്കിൽ നിർബന്ധിച്ചോളൂ, ശരിക്കും നിർബന്ധിച്ചോളൂ. നല്ലൊരുത്തനായിരുന്നു, തനിക്കൊരു നല്ല അയൽവാസി പോയല്ലോ. എന്ത് ചെയ്യാ, പോയി കേട്ടോ. അവകാശി പോയില്ലേ, ഇനി വീടും പണവും അന്യാധീനപ്പെടാൻ അധികം സമയം വേണ്ട. അതൊക്കെ പോട്ടെ, ബോഡി കൊണ്ടുവരുമ്പോഴേ ഇവിടെയൊക്കെ ഒന്ന് നല്ല 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 വൃത്തിയാക്കിയിരിക്കണം. അത് രാത്രി തന്നെ വേണോ? എന്താ, എനിക്ക് പേടിയുണ്ട്. അല്ല, പകരം നല്ല ടൈം കിട്ടുമല്ലോ. താങ്കൾ പടോ പേടിത്തൂറി. കണ്ടില്ലേ മുറ്റൊക്കെ നാനായതായിട്ടിരിക്കുന്നത്. രാവിലെ തന്നെ പരമേശ്വരൻ വരാൻ പറയണം, വൃത്തിയാക്കണം. അല്ല, ആരോ പാടുന്നില്ലേ എന്നൊരു സംശയം. അകത്തു നിന്നോ? പൂട്ടിക്കിടക്കുന്ന വീട്ടിലുള്ള ആര് പാടാനാണോ? അല്ല, ഞാൻ കേട്ടു. വെള്ളം അടിച്ചാ വയറ്റിൽ കിടക്കണം. പിന്നെയും കേൾക്കുന്നു. ആരാ? നമുക്ക് പോകാം. ആരാത്? ആരാത്? വാസുവേട്ടനാണോ? നിക്കേ. വാസു, നിന്നോടോ നിൽക്കാൻ പറഞ്ഞത്? നീ വേണം നിന്നോ, എനിക്ക് അത്യാവശ്യം സരോജിനിയെ കാണണം. അയ്യോ, വാസുവേട്ട അവിടെ നിൽക്കാൻ. എന്നാ പറയാനാ? മുയലാന്നാ തോന്നുന്നേ. നോക്കി നിൽക്കാതെ അത് എടുത്തോണ്ട് പോയി ഫ്രിഡ്ജിൽ വെക്കടാവേ. ഇപ്പം കൊണ്ടുവന്നേക്കാം. അല്ല, ഈ പട്ടാളത്തിൽ നിന്ന് ട്രങ്കും പെട്ടിയൊക്കെ വന്ന പട്ടാളക്കാരൻ മരിച്ചു എന്നർത്ഥം? നിങ്ങളോട് ആരാ പറഞ്ഞേ? പട്ടാളക്കാരുടെ അന്ത്യം അങ്ങനെയാണല്ലോ. എന്നാ പറയാനാ? ഈ ലഗേജ് കൂടെ കൊണ്ടുവരണ്ടല്ലോ എന്ന് കരുതിയിട്ടാ ഞാനതിങ്ങ് നേരത്തെ അയച്ചത്. ഇതൊന്ന് പറയാമെന്ന് വെച്ചാ രണ്ടും കൂടെ അങ്ങ് ഓടുമല്ലായിരുന്നു. ഈ പ്രേതത്തിന്റെ കൈ കൊണ്ട് മരിക്കാന്ന് വെച്ചാൽ അത്ര സുഖമുള്ള കാര്യമൊന്നും അല്ലല്ലോ. അതുകൊണ്ട് മാത്രം ഓടിയത് പറയട്ടെ. അതുപോട്ടെ, താനിനി തിരിച്ച് പട്ടാളത്തിലേക്ക് പോകുന്നില്ല എന്നാരോ പറഞ്ഞു കേട്ടല്ലോ. എന്നാത്തിനാ വാസുവേട്ടാ? ആർക്ക് വേണ്ടിയിട്ടാ ഞാൻ ഈ അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നേ? അപ്പനും അമ്മയൊക്കെ അങ്ങ് കൊച്ചിലേ പോയി. കൂടെപ്പിറപ്പുകളാണെങ്കിലോ ആരുമില്ല. പിന്നെ സ്വന്തക്കാരും ബന്ധുക്കളും എന്നൊക്കെ പറയാവുന്ന അധികം ആരെയും ഞാനൊട്ട് കണ്ടിട്ടുമില്ല. എനിക്ക് സ്വന്തമൊന്നും ബന്ധമൊന്നും ഒക്കെ പറയാൻ ആകെ ഉള്ളത് നിങ്ങളാ. മറന്നിട്ടില്ല വാസുവേട്ടാ, ഒന്നും ഈ വർഗീസ് പഞ്ഞിക്കാരൻ മറന്നിട്ടില്ല. കുട്ടിക്കാലത്ത് വിശന്ന് തളർന്ന് എവിടെയെങ്കിലും ചുരുണ്ടുകൂടി കിടക്കുമ്പോൾ എന്നെ വിളിച്ചു കൊണ്ടുപോയി അല്പം ചോറ് വിളമ്പി തന്നിട്ടുള്ളതേ ഇതാ ഇവൻ്റെ അമ്മയാ. അവർ മാത്രമാ എൻ്റെ വിശപ്പ് സ്വന്തം മകൻ്റെ വിശപ്പായിട്ട് അവർ കണ്ടിരുന്നത്. പാവം, എന്നെ സഹായിച്ചതുകൊണ്ടാവും ദൈവം അവരെ നേരത്തെ വിളിച്ചോണ്ട് പോയി. ഛേ, അങ്ങനെയൊന്നും കരുതരുത് വർഗീസേ. ഇനി ആരൊക്കെ എന്നൊക്കെ പറഞ്ഞാലും വാസുവേട്ടാ, ഞാൻ ഈ നാട് വിട്ട് എങ്ങോട്ടും ഇല്ല. അപ്പൊ ജോലി? ഓ, അതൊക്കെ ഞാൻ എന്നേ ഉപേക്ഷിച്ചു. ഉപേക്ഷിക്കേ? ആ, അതിന് വേറെയും ചില കാരണങ്ങളുണ്ടെന്ന് കൂട്ടിക്കോ. ഡാവേ,
അങ്ങനെയല്ലടാ, നിനക്ക് തോക്ക് ഉപയോഗിക്കാൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ ദിവസവും രാവിലെ ഇങ്ങോട്ട് വാ, ഞാൻ പഠിപ്പിക്കാം. ദാ, പിടി, സ്ട്രോങ് ആയിട്ട് പിടി. ദാ, ഇങ്ങനെ. പകല് ജോലി എടുത്ത ശേഷമാ ഞാൻ ഇന്ന് നടന്നു എടുക്കുന്നേ. അതും ഒരു ഇത്തിരി നേരം. അതിനിടെ വെടിവെച്ച് കളിച്ച് മനുഷ്യനെ ശല്യപ്പെടുത്തിയാലുണ്ടല്ലോ, എല്ലാത്തിനും ഞാൻ ഇവിടെ ഓടിക്കും. എനിക്കൊരു മിനിറ്റിനെ പേടിയില്ല. എന്താ നോക്കി പഠിപ്പിക്കുന്നേ? ഇനി ഇവിടുന്ന് വല്ല ശബ്ദം കേട്ടാ ഞാൻ ഈ തോക്ക് വെട്ടി മുറിച്ച് അടുപ്പി വെക്കും. പറഞ്ഞേക്കാം. ആരാ? എന്താ പറഞ്ഞത് മനസ്സിലായില്ലെന്നുണ്ടോ? ആരാ വാസുട്ടാ? നിനക്ക് മനസ്സിലായില്ലേ? നീ പണ്ട് ഒക്കത്തെടുത്തിരുന്ന, നിന്റെ പുറത്ത് ആന കളിച്ചിരുന്ന എന്റെ മോള് ഗംഗയോ? ആ. നീ എന്നിട്ട് ചേർക്ക കള്ളുകൂട്ടി സ്പെഷ്യൽ ക്ലാസ്സിന് ഇരിക്കാ. നടക്കടാ, നടക്ക. അവന്റെ ഒരു തൊപ്പിയും തോക്കും പഠിക്കാൻ നിൽക്കുന്ന നേരത്തെ. എന്നാ പറയാനാ? അനിത, ആരാ മോളെ പഠിപ്പുരല്ലേ? ആവോ എനിക്കറിയില്ല. അവരോട് അന്വേഷിച്ചാലോ നമുക്ക്? വേണ്ട, അതിൽ അപകടമുണ്ട്. ആരാണാവോ? ഓ, മറിയച്ചടത്തി. അവർ മരിച്ചിട്ട് വർഷങ്ങളായി. പിന്നെ പഞ്ഞിക്കാരനെ കുറിച്ച് യാതൊരു അറിവുമില്ല. നിങ്ങളാരാ? അത് പറഞ്ഞാൽ നിങ്ങൾ അറിയില്ല. ഇതാര്? മറിയമ്മയോ? ഇളിയണ്ട. എടാ ചെറുക്ക, നീ ഈ നാട്ടിൽ വന്നിട്ട് എന്നെ ഒന്ന് വിവരം അറിയിച്ചു. എന്തിന്? നിനക്ക് ഈ ഭൂമിയിൽ രക്തബന്ധം എന്ന് പറഞ്ഞ ഞാനല്ലേ ഉള്ളൂ. ഓ, ബന്ധത്തിന്റെ കാര്യമൊന്നും പറയണ്ട. ജീവിതത്തിൽ വിശപ്പ് മാത്രമായിട്ട് നടന്നപ്പോ വർഗീസ് ഒരു ബന്ധുക്കളെയും കണ്ടിട്ടുമില്ല. പോട്ടെ, എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷോ? എനിക്കോ? എനിക്ക് ആ പ്രായമൊക്കെ കഴിഞ്ഞിടോ മോനെ. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടും തള്ളയുടെ ഒരു പൂതി കണ്ടില്ലേ? ഓ, നീ ഇതൊക്കെ ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടോ? പന്നി. പന്നിയോ? അല്ല, പഞ്ഞീന്ന്. നീ ഇപ്പോഴൊരു കാളക്കുശൻ തന്നെ. ഒരു പെണ്ണ് കെട്ടട വേഗം. അത് തന്നെ എനിക്കും പറയാതെ. ഇതാ കുറച്ച് ദിവസത്തേക്കുള്ള പച്ചക്കറി എന്റെ വക. എന്നാത്തിനാ വാസുവേട്ടാ? ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. നീ വിഷയത്തിലേക്ക് വാടാ. നിനക്ക് പറ്റിയ ഒരു പെണ്ണിന് ഞാൻ കണ്ടുപിടിക്കും. അമ്മയ്യ കോഴിക്കറി ശരിയാക്കാൻ നോക്ക്. വാസുവേട്ടൻ വാ. ഇതോട്ട് വെച്ചേ. വേഗോട്ടെ. അവര് പറഞ്ഞാലും കാര്യമുണ്ട്. തനിക്ക് വയസ്സ് അത്രയ്ക്കൊന്നും ആയിട്ടില്ലല്ലോ. വയസ്സല്ല കാര്യം, മനസ്സാ. എന്റെ മനസ്സിൽ ഇനി ഒരു പെണ്ണിനും ഇടവില്ല വാസുവേട്ടാ. ഓ, എന്നാ പറയാനാ? എന്നെ ആണെങ്കിലും പറയേ, കേക്കട്ടെ. ഈ മോഹിച്ചു പോവുക, വീണു പോവുക എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ഒരു പെണ്ണ്, ഒരേ ഒരു പെണ്ണിൻ്റെ അടുത്തേ വർഗീസ് പഞ്ഞിക്കാരൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളൂ. പഞ്ചാബിലെ 10ാം കോട്ട് കാവൽ കിടക്കുകയായിരുന്നു ഞങ്ങളുടെ റെജിമെന്റ്. ഒരു വൈകുന്നേരം, ഒരു സാധാരണ വൈകുന്നേരം, ഞാൻ ചന്തയിൽ കറങ്ങാൻ ഇറങ്ങിയതാ. എന്നാ പറയാനാ? ആ തിരക്കിനിടയിൽ ഒരു ചുവന്ന സൽവാറണിഞ്ഞ പെണ്ണ് വന്നു. എൻ്റെ മേത്തൊന്നു മുട്ടി. ഓ, ഗോതമ്പിന്റെ നിറമുള്ള പെണ്ണെന്ന് എല്ലാരും പറയാറില്ലേ? ഇവക്ക് ഗോതമ്പിന്റെ മണമായിരുന്നു. അവളെ കണ്ട ആ നിമിഷം തന്നെ ആ ഗന്ധം എന്നെ വന്ന് തൊട്ടു. എൻ്റെ അമ്മോ, പിന്നെ ഞാൻ അറിയാതെ അങ്ങ് പായുകയായിരുന്നു ആ പെണ്ണിനും ഗന്ധത്തിനും പുറകെ. കണ്ണില്ലാത്ത അന്തം വിട്ട ഒരു പാച്ചില്. എന്നാ പറയാനാ? ഒടുവിൽ പഞ്ഞിക്കാരൻ അവളെ അറിഞ്ഞു. റെജിമെന്റിൽ നിന്ന് നിറവാതിരക്ക് ഞാൻ മുങ്ങും. അവളുടെ വീടിന്റെ പുറകിൽ ഒരു പൈപ്പുണ്ട്. ഞാൻ ആ പൈപ്പ് തുറന്നിടും. വെള്ളം വീഴുന്ന ശബ്ദമാ അവക്ക് ഞാൻ എത്തിയെന്ന അടയാളം. പിന്നെ ഗോതമ്പിന്റെ മണം പതുങ്ങി പതുങ്ങി വിറക് വരയിലേക്ക് ഇറങ്ങി വരുന്നത് എനിക്ക് കാണാം.
വിറക് കഷ്ണങ്ങളുടെ വൃത്തികെട്ട മണമൊന്നും ഞാൻ അറിയാറില്ല. ഞാനൊരു ഗോതമ്പ് പൂത്ത പാടത്തായിരിക്കും. ഞാൻ ആ പാടം അങ്ങനെ ഉഴുത് മറിച്ച് തളർന്ന് കിടക്കുമ്പോൾ അവൾ പാടുന്നൊരു പാട്ടുണ്ട്. അത് കേൾക്കണോ വാസുവേട്ടാ? ആ चांदनी का चांद